ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ 2 വാഗ്ദാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ KSRTCയിലെ സൗജന്യ യാത്ര, വനിതകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ആലപ്പുഴയിൽ നവകേരള യാത്ര കടന്നുവരുന്നതിന് ഇടയിൽ ഉണ്ടായ അതിക്രമം എന്നതായിരുന്നു. അതിനെ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയിരുന്നു ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. അവിടെ പ്രാദേശിക പോലീസ് സംവിധാനം ഈ കരിങ്കൊടി കാണിച്ചവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷവും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ബോധപൂർവം മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിൽ ആ മർദ്ദനമേറ്റ AD തോമസ് പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയിക്കുകയും ഇപ്പോൾ MLA ആവുകയും ചെയ്തു എന്നതുകൂടിയാണ്. ആ വിഷയത്തിൽ ഒരു പുനരന്വേഷണം ആവശ്യമുണ്ട് എന്ന് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ വീണ്ടും VV അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികാരത്തിനല്ല, മറിച്ച് കോടതി ഉത്തരവിട്ട ഒന്നാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഒരു SITയെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസിൻ്റെ പുനരന്വേഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളും ടെലിവിഷൻ ക്യാമറകളുടെ ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും സർക്കാർ കോടതിയിൽ പറഞ്ഞത് ദൃശ്യങ്ങളില്ല എന്നതായിരുന്നു. പിന്നീട് കോടതിയിൽ ആ ദൃശ്യങ്ങൾ എത്തിയപ്പോഴാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ പലപ്പോഴായി VD സതീശൻ തന്നെ ഒന്നും മറക്കില്ല. ഈ 10 വർഷക്കാലത്തിനിടെ UDF പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമങ്ങൾ എന്ന് അദ്ദേഹം പലപ്പോഴായി പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു കോടതി വിധിയുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിന്മേൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് VD സതീശൻ? തീർച്ചയായിട്ടും രാഷ്ട്രീയ തീരുമാനമല്ല എന്ന് പറയുമ്പോഴും VD സതീശൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹം വലിയ വിജയം നേടി വരുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഞങ്ങളുടെ കുട്ടികളെ തൊട്ടത്, ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചവർക്കെതിരെ അതിന് മറുപടി പറയിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആദ്യ മന്ത്രിസഭാ തന്നെ അതിൽ തീരുമാനമുണ്ടാകുന്നു. വളരെ കൃത്യമായ തെളിവുകളെന്ന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരുന്നു. വീഡിയോ തെളിവുകളടക്കം, അവർ മർദ്ദിക്കുന്ന വീഡിയോ തെളിവുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ക്യാബിനറ്റ് മുഴുവൻ ആ ബസ്സിലുണ്ട്. സ്വാഭാവികമായും ആ ബസ്സിന്റെ സഞ്ചാരം അവിടെ തടസ്സപ്പെട്ടു. ബസ്സിനടുത്തേക്ക് ആളുകൾ പാഞ്ഞെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവരെ തടയാനുള്ള ഉത്തരവാദിത്തങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ മർദ്ദനം എന്നുള്ളത്. പക്ഷേ ഈ AD തോമസ് ഇപ്പോൾ MLA അടക്കമുള്ളവർക്കെതിരെ തലയ്ക്കാണ് അന്ന് ഇവർ ലാത്തി വീശുന്നത്. തലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു. അത്ര ദൃശ്യങ്ങൾ അന്ന് തന്നെ മാധ്യമങ്ങളുടെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് അതിൽ കൃത്യമായ തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് അന്വേഷണമില്ല എന്ന് കോടതി ചോദിച്ചത്. അതുകൊണ്ടാണ് അവരെ കുറ്റവിമുക്തനാക്കാനുള്ള നീക്കത്തിനെതിരെ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്, പുനരന്വേഷണം ഉത്തരവിട്ടത്. പക്ഷേ അത് ഇതുവരെ നടപ്പായില്ല. ആ പുനരന്വേഷണമാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഒരു തീരുമാനമായി ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അതിൽ അന്വേഷണം ഉണ്ടാകും, അന്വേഷിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എന്ന കുപ്രസിദ്ധി നേടിയ ആ ആക്രമണത്തിൽ യഥാർത്ഥ പ്രതികൾക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുണ്ടായിട്ട് പോലും നടപടിയെടുക്കാത്ത സർക്കാർ നീക്കത്തിന് പ്രതിഷേധിച്ചുകൊണ്ടുള്ള വലിയ വിമർശനങ്ങളൊന്നും ഉയർന്നു വന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ 2 പേർക്കെതിരെ ആ വിഷയം പുനരന്വേഷിക്കാൻ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിക്കുന്നത്. അതിൽ രാഷ്ട്രീയമുണ്ട്. അതിനെ കൃത്യമായി അവർക്ക് അന്ന് ഈ KSU പ്രവർത്തകർക്കേറ്റ പരിക്ക്, അന്ന് ഉണ്ടായ വലിയ പരാതി, അതിൽ അമർഷം, അതിനുള്ള മറുപടി കൂടിയായി ഈ അന്വേഷണം മാറുകയാണ്. പക്ഷെ നേരിട്ട് നടപടിയിലേക്കല്ല, ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക നടപടിയിലേക്കല്ല. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പോകുന്നത്. അതിന് പകരം ആദ്യം പുനരന്വേഷണം, ആ കേസ് നേരത്തെ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ, പോലീസ് പറഞ്ഞ വാദങ്ങൾ, അതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല, വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം വേണം, പുനരന്വേഷണം വേണം. അതുകൊണ്ടാണ് അവർ അന്വേഷണത്തിലേക്ക് ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ കടക്കുന്നത്. അത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം, അതിനുശേഷം ആണ് മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് ആദ്യ മന്ത്രിസഭാ യോഗങ്ങൾ എന്തൊക്കെ എന്നത് ഉൾപ്പെടെ. അതേസമയം അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ
ഈ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം അത് ഏറെ വിമർശനങ്ങൾ വരുത്തിവെച്ച ഒന്നുകൂടിയായിരുന്നു. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം കരിങ്കൊടി പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ കരിങ്കൊടി പ്രയോഗത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിലും കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ പ്രവർത്തകർ. അതിനിടെ പ്രാദേശിക പോലീസ് നേതൃത്വം ഈ കരിങ്കൊടി കാണിച്ചവരെ തടയുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വാഹനം നിർത്തി ഇറങ്ങി വന്ന് ഒരു റോഡിന് മൂലയ്ക്ക് നിന്നിരുന്ന ആളുകളെ മർദ്ദിച്ച സംഭവം ഉണ്ടായി. അത് വലിയ തോതിൽ UDFിലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലുമൊക്കെ പ്രതിഷേധങ്ങൾ ഉയർത്തിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുനരന്വേഷണം, ഒരു പക്ഷേ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നില്ല എങ്കിൽ പോലും പുനരന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം അത്രമേൽ UDFിന് വലിയ തോതിൽ UDFിൻ്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒന്നുകൂടിയായിരുന്നു ഇത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി പോയിരിക്കുന്നു. ആലപ്പുഴയിലുണ്ടായ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണത്തിനുള്ള SIT സംഘത്തെ അതിന് ആരൊക്കെയാണതിൽ നേതൃത്വം നൽകുക, ആരാണ് ഏതുദ്യോഗസ്ഥനാണ് ചുമതല വഹിക്കുക, അതിലൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. അതൊക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്നതാണ്. ഒപ്പം ഇനി അറിയേണ്ടത് വകുപ്പുകൾ സംബന്ധിച്ച പോർട്ട്ഫോളിയോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ്. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ ഏതൊക്കെ, അത്തരം കാര്യങ്ങളിലും കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ആദ്യം അരുൺ തുടരാം. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില തീരുമാനങ്ങൾ, അതായത് 21-ാം തീയതി ആയിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. 21-ാം തീയതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധി, ഏറ്റവും മുതിർന്ന ആൾ ആണ് സാധാരണ നിലയിൽ അങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്ന കീഴ്വഴക്കം. അതുകൊണ്ട് തന്നെ അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടി ഉണ്ടാകുന്നു. ഇത്തവണ G. സുധാകരൻ മത്സരിച്ചത് CPIഎമ്മിൽ നിന്ന് പിണങ്ങിയാണ്, UDFിൻ്റെ ഭാഗമായാണ് മത്സരിച്ചത്. CPIഎമ്മിൻ്റെ പല നേതാക്കളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് MLA എന്ന നിലയിൽ G. സുധാകരനാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ G. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. സുധാകരൻ പലരോടും പറഞ്ഞു താൻ നിയമസഭയുടെ സ്പീക്കറാകും, അവിടെ പിണറായിയെ കൊണ്ട് സർ എന്ന അഭിസംബോധന ചെയ്യിപ്പിക്കും. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്ന തരത്തിൽ അതിന് വ്യാഖ്യാനങ്ങളും വന്നു. ഏതായാലും അങ്ങനെ ഒരു പ്രോട്ടം സ്പീക്കറായി വരുമ്പോൾ പിണറായിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട ഒരു ചുമതല G. സുധാകരന് വരികയാണ്. സ്വാഭാവികമായും G. സുധാകരൻ വലിയ വിമർശിച്ച പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അദ്ദേഹത്തിന് മുമ്പാകെ സത്യവാചകം ചൊല്ലേണ്ടി വരും. അതൊരു രാഷ്ട്രീയ കൗതുകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.